പുതുതായി പുറത്തു വന്നിരിക്കുന്ന വളരെ ആരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണല്ലോ ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട അഴിമതി. അതായത് 1458 പേർ സർക്കാർ ഉദ്യോഗസ്ഥർ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഗസറ്റഡ് റാങ്കിലുള്ളവർ, ലക്ഷത്തിന് മുകളിൽ ശമ്പളം മേടിക്കുന്നവർ വരെ ഉൾപ്പെടുന്ന 1458 പേർ ക്ഷേമ പെൻഷൻ, അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പോലെയുള്ള ക്ഷേമ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപ, അപ്പം അതുപോലെ മറ്റ് വിധവാ പെൻഷൻ, അങ്ങനെ പല, ഈ 1600 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂടി ഇങ്ങനെ ഗസറ്റഡ് റാങ്കിലുള്ളവർ വാങ്ങുന്നു, 1458 പേർ വാങ്ങുന്നു എന്ന വാർത്ത. ഇത് ഗവൺമെന്റ് ഓഫ് കേരള പുറത്തുവിടുന്നത് ഇപ്പോഴാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. പക്ഷേ ഇത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഈ റിപ്പോർട്ടിന്റെ പേര് റിപ്പോർട്ട് ഓഫ് ദി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, പെർഫോമൻസ് ഓഡിറ്റ് ഓൺ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണല്ലോ എല്ലാത്തരം ക്ഷേമ പദ്ധതികളും. അതേ പറ്റിയുള്ള നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട്, ഇത് എന്ന് പുറത്തുവിട്ട റിപ്പോർട്ടാണെന്നല്ലേ? ഗവൺമെന്റ് ഓഫ് കേരള റിപ്പോർട്ട് നമ്പർ 7 ഓഫ് ദ ഇയർ 2022, 2022 പുറത്തുവിട്ട റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് നിങ്ങൾ ആരും എടുത്തു നോക്കുക. ഈ റിപ്പോർട്ട് എടുത്തു നോക്കിയാൽ ഇതിനകത്ത് ഈ കഥകൾ മാത്രമല്ല, ഇതിനേക്കാൾ കൂടുതൽ കഥകൾ ഇനിയും പുറത്തു വരാൻ, അനാവരണം ചെയ്യാനുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് കണ്ടതിന് ശേഷം 2 വർഷം പിടിച്ചു. ഇത് സംസ്ഥാന ഗവൺമെന്റിന്റെ, ഇതാണ് CAG തന്നെ പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നില്ല കൃത്യമായിട്ടെന്ന്. ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുകയായിരുന്നുവെങ്കിൽ ഈ കള്ളക്കഥകളെല്ലാം വളരെ നേരത്തെ തന്നെ ഗവൺമെന്റിന് കൃത്യമായിട്ട് മനസ്സിലാകുകയും നടപടിയെടുക്കുകയും ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ നടപടി എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇന്റേണൽ ഓഡിറ്റ് പ്രോംപ്റ്റ് ആയിട്ട് നടത്താത്തത് കൊണ്ട്. അപ്പൊ ഇന്റേണൽ ഓഡിറ്റ് പ്രോംപ്റ്റ് ആയിട്ട് നടത്തുന്നില്ല എന്ന് എങ്ങനെയാണ് CAG മനസ്സിലാക്കുന്നത്? ഓരോ വകുപ്പിലെയും ഓഡിറ്റിങ്ങിന് വേണ്ടി CAG നേരത്തെ നോട്ടീസ് കൊടുത്തതിന് ശേഷമാണ് ചെല്ലുന്നത്. അങ്ങനെ CAG ചെല്ലുന്നു എന്ന് നോട്ടീസ് കൊടുത്തു കഴിയുമ്പോൾ ആ വകുപ്പുകളിലേക്ക് തത്രപ്പാടില് എങ്ങനെയെങ്കിലും ഒന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഓഡിറ്റ് നടത്തും. അതാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കണ്ടെത്തേണ്ട കുഴപ്പങ്ങൾ ഒന്നും കണ്ടെത്തുകയില്ല. അപ്പോൾ ഗവൺമെന്റിന്റെ ഇന്റേണൽ ഓഡിറ്റിംഗ് കഴിഞ്ഞാണ് CAG ഈ മേഖലകളിലൊക്കെ ഓഡിറ്റ് നടത്തുക. അങ്ങനെ ഓഡിറ്റ് നടത്തുമ്പോഴാണ് CAG യഥാർത്ഥ ചിത്രം കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഈ 2022 റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇത്രയും വലിയൊരു റിപ്പോർട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നുവെങ്കിൽ എത്ര ബൃഹത്തായ തിരിമറികളാണ് നടന്നിരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. എന്നിട്ട് ഓരോന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ഈ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കണം ഗവൺമെന്റ് IKM, ഇൻഫർമേഷൻ കേരള മിഷൻ വഴിയാണ് ഒരു അന്വേഷണം നടത്തുന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇൻഫർമേഷൻ കേരള മിഷൻ ആണ് സത്യത്തിൽ ഈ പറയപ്പെട്ട തെറ്റുകളൊന്നും നേരത്തെ കണ്ടുപിടിക്കേണ്ടിയിരുന്നത് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാതെ പോയത്. അതും CAG റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ഇൻഫർമേഷൻ കേരള മിഷൻ, ഗവൺമെന്റ് ഓഫ് കേരള ഉയർത്തിപ്പിടിക്കുന്ന വലിയ ഒരു സ്ഥാപനമാണ് ഇൻഫർമേഷൻ കേരള മിഷൻ. കേരളത്തെ മുഴുവനും ഡിജിറ്റൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ള മട്ടിൽ ഉയർത്തിപ്പിടിക്കുന്നത് ആ മിഷൻ തന്നെയാണ് ഈ പറയപ്പെട്ട കാര്യക്ഷമതയില്ലായ്മയ്ക്കും എല്ലാത്തരം തെറ്റുകൾക്കും, അതായത് വെട്ടിക്കൽ മുതൽ പറ്റിക്കൽ മുതലുള്ള എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്നു വെച്ചാൽ അതിന്റെ ഇൻകപ്പാസിറ്റി, അത് അത്ര ഇൻഎഫിഷ്യന്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് CAG അതിന്റെ കൺക്ലൂഡിങ് റിമാർക്സിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് എങ്ങനെയാണ് ഈ ഗസറ്റഡ് ഓഫീസേഴ്സിന്റെ ഈ തിരിമറി ഉണ്ട് എന്നത് CAG ചൂണ്ടിക്കാണിച്ചതിന് ശേഷം 2 വർഷം കഴിഞ്ഞെങ്കിലും ഗവൺമെന്റ് കണ്ടുപിടിക്കുന്നത്. ഗവൺമെന്റ് ഇൻഫർമേഷൻ കേരള മിഷനെ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു, താരതമ്യപ്പെടുത്തുക. ഏതൊക്കെയാണ് താരതമ്യപ്പെടുത്തുന്നത്? സേവന പെൻഷൻ സ്കീം എന്ന് പറയുന്നത് ഈ സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. IKM, ഇൻഫർമേഷൻ കേരള മിഷൻ ആണ് ഈ സോഫ്റ്റ്വെയർ, അതായത് സേവന സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് താരതമ്യം ചെയ്യേണ്ടത്? ഈ സേവന സോഫ്റ്റ്വെയറും പിന്നെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഏതാണ്? സ്പാർക്ക് സോഫ്റ്റ്വെയർ
എന്തിനെയാണ് ഡീൽ ചെയ്യുന്നത്? ഗവൺമെന്റിന്റെ ശമ്പളവും പെൻഷനും ഒക്കെ പറ്റുന്ന ജീവനക്കാരെ പറ്റിയുള്ള, അതായത് ഗസറ്റഡ് ഓഫീസേഴ്സ് തൊട്ടുള്ള ജീവനക്കാർക്കൊക്കെ ശമ്പളവും ഒക്കെ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് സ്പാർക്ക്. അപ്പോൾ ഗവൺമെന്റ് CAG റിപ്പോർട്ട് കണ്ടതിന് ശേഷം പറയുന്നു, സേവന സോഫ്റ്റ്വെയറും സ്പാർക്കും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യുക, ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. ആ താരതമ്യത്തിലാണ് ഈ ഡ്യൂപ്ലിക്കേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. എന്താണ് ഡ്യൂപ്ലിക്കേഷൻ കണ്ടുപിടിച്ചത്? ഇന്ന് എല്ലാ പത്രങ്ങളും ആ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മുതലേ അതിൻ്റെ റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ അതനുസരിച്ച് കണ്ടുപിടിച്ചത് കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഈ എത്ര പേരാണ്? 1458 സർക്കാർ ജീവനക്കാർ. അതിൽ ഗസറ്റഡ് ഓഫീസേഴ്സ് ഉണ്ട്, നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ജീവനക്കാർ, അതിനകത്ത് പ്രൊഫസർമാരുണ്ട്, അതുപോലെ 3 ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകര്, വിവിധ വകുപ്പുകളിലെ ഗസറ്റഡ് ഉദ്യോഗസ്ഥര്, ഹൈക്കോടതി ജീവനക്കാര്, അതുപോലെ ഒട്ടുമിക്ക വകുപ്പിലെയും ജീവനക്കാർ ഇതിനകത്തുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ എന്തൊക്കെ തിരിമറികളാണ് ഇവിടെ നടക്കുന്നത്? CAG തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം, ഈ തിരിമറിയുടെ ഒരു രൂപമായിട്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം, നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഈ തിരിമറി കണ്ടുപിടിച്ച് ഇതുവഴി ഖജനാവിന് വരുന്ന, അതായത് 1458 പേരെയാണ് ഇപ്പോൾ ഗവൺമെന്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷെ CAG റിപ്പോർട്ടിൽ അതിനേക്കാൾ കൂടുതൽ പേരുണ്ട്. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഫണ്ടിനേക്കാൾ കൂടുതൽ ഫണ്ടുമുണ്ട്. അതും ഗവൺമെന്റ് കണ്ടെത്തേണ്ടത് തന്നെയാണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു കാര്യം നാം ഓർക്കണം. അതായത് ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചിരുന്ന കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിരുന്നത് 42 ലക്ഷം പേർക്കാണ്. എന്ന് വെച്ചാൽ അതിന് അർഹതയുള്ള 42 ലക്ഷം പേരാണ് അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ഈ കഴിഞ്ഞ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തതിന് ശേഷം 62 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തതായിട്ട് ധനമന്ത്രി തന്നെ മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ നേരിട്ട് കേട്ടു. അപ്പൊ എങ്ങനെയാണ് അത്? കുറേ കാലം കൊണ്ട്, ഏതാനും വർഷങ്ങളായി ഗവൺമെന്റ് 62 ലക്ഷം പേർക്ക് 58 ലക്ഷം, 62 ലക്ഷം, 60 ലക്ഷം എന്നൊക്കെ കണക്ക് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് കേരളത്തിൽ ഈ കഴിഞ്ഞ 2016 ശേഷം സംഭവിച്ചത്? 2016 ബാറ്റൺ ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്ന് പിണറായി വിജയന്റെ കയ്യിലേക്ക് മാറുന്നത്. അതിനുശേഷം ഇത്രയധികം പേര്, അതായത് 42 ലക്ഷത്തിൽ നിന്ന് 62 ലക്ഷം വരെ എത്തിച്ചേരത്തക്ക രീതിയിൽ ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് മാറിയോ, നീങ്ങിയോ? ഇതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന, നമ്മളെ ആരെയും അത്ഭുതപ്പെടുത്തേണ്ട ഒരു കാര്യം. അല്ലെങ്കിൽ അർഹതയില്ലാത്തവർ, അങ്ങനെ ആവശ്യമില്ലാതെ അർഹതയില്ലാത്തവർക്കൊക്കെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാമെന്ന് തീരുമാനിച്ച്, അതായത് തങ്ങളോട് ചേർന്ന് നിൽക്കുന്നു എന്ന് തോന്നുന്നത് ആരാണെങ്കിലും അവർക്കൊക്കെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാം എന്ന രീതിയിൽ ഈ സ്കീം എക്സ്റ്റെൻഡ് ചെയ്ത് പോയത് കൊണ്ടാണ് ഇതുപോലെയുള്ള അപകടങ്ങളും ഉണ്ടായത്. അതായത് CAG 2022 തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും അതൊന്ന് പരിശോധിക്കാൻ കൂട്ടാക്കുന്നത് 2 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് നാം ഓർക്കണം. അങ്ങനെയാണ് ഇപ്പോഴെങ്കിലും ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം ഒന്നാമത് തിരികെ കയറ്റ്, അതായത് അപ്പോയിൻമെന്റ്സ് ഒക്കെ സ്വന്തക്കാരെ തിരികെ കയറ്റുന്ന രീതി PSC ഇല്ല, ഒന്നുമില്ലാതെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോലും ഇല്ലാതെ സ്വന്തക്കാരെ ജോലിയിൽ കയറ്റുന്നു, അതിനുവേണ്ടി തസ്തികകൾ സൃഷ്ടിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ സ്വന്തക്കാർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ, അതായത് പാർട്ടിയോട് കൂറ് പുലർത്തുന്നവർ ധനികരായാലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ തയ്യാറാകുന്നു. ഈ അടുത്ത കാലത്ത് തന്നെ എനിക്ക് കോട്ടയം ഭാഗത്ത് നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. അതായത് ഒരു ഇൻകം ടാക്സ് എക്സ്പേർട്ടാണ് അത് വിളിച്ചു പറയുന്നത്. എന്താണ് പറയുന്നത്? വീടിന്റെ മുറ്റത്ത് മിത്സുബിഷി കാറ്, അല്ലെങ്കിൽ അതുപോലെ വില കൂടിയ കാറുകൾ കിടക്കുന്നു, കൊട്ടാര സദൃശമായ വീട്, ഒരമ്മച്ചി മാത്രം അവിടെ താമസിക്കുന്നു. അമ്മച്ചിയെ നോക്കാനായിട്ട് ആരെങ്കിലും ഒരാൾ. അവർക്കും സാമൂഹ്യ സുരക്ഷ, അവർക്കെന്ന് വെച്ചാൽ അമ്മച്ചിക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നു. അവരുടെ മക്കളൊക്കെ അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെയാണെന്ന് ഓർക്കണം. ആ തരത്തില്. അപ്പൊ എന്തുകൊണ്ടാണ്? അവരുമായിട്ടും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്, പഞ്ചായത്ത് രാജിന് അടുപ്പമുണ്ട്. ആ അടുപ്പത്തിന്റെ പേരിൽ അവർക്കും ഇത് കൊടുക്കുന്നു. അങ്ങനെ അവനവന് വേണ്ടപ്പെട്ടവർ എന്ന് തോന്നുന്ന ആർക്കും അർഹത നോക്കാതെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വെച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ 42 ലക്ഷം എന്നുള്ളത് 62 ലക്ഷമായി തീർന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഓർക്കേണ്ടത് ഒരു കാര്യമാണ്, ഇത് ജനങ്ങളുടെ നികുതി പണമാണ് കൊടുക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആർക്ക് കൊടുത്താലും അർഹതയില്ലാത്തവർക്ക് കൊടുക്കുന്നത് വലിയ കുറ്റമാണ്. കാരണം സാധാരണ ജനങ്ങളുടെ നികുതി പണം എടുത്താണ്
സാമൂഹ്യ സുരക്ഷാ പെൻഷനോ മറ്റേത് ചെലവും നടത്തുന്നത്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, പ്രത്യേക ഒരു ടീമിന് 10.47 കോടി ചെലവഴിച്ചുകൊണ്ട് പുതിയ ഒരു പ്രചാരണ സ്കീമിനെ കൊണ്ടുവരുന്നു ഗവൺമെന്റ് എന്ന് പറഞ്ഞു. ഇതെല്ലാം ചെലവഴിക്കുന്നത് ഈ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ്. അപ്പൊ വഴിവിട്ട് ചെലവഴിക്കുന്നത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതിന് ഒരിക്കലും മടി വിചാരിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് CAG തന്നെ 2022 ചൂണ്ടിക്കാണിച്ചിട്ടും ഗവൺമെന്റ് ഇതുവരെ മൗനം. നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ അതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ധാരണയിൽ. പക്ഷെ അവസാനം നിൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴാണ്, അതായത് ധനപ്രതിസന്ധി അത്ര രൂക്ഷമായപ്പോഴാണ് ആ രീതിയിൽ CAG പറഞ്ഞ രീതിയിൽ ഒരു അന്വേഷണം നടത്തുന്നതും ഇത്രയുമെങ്കിലും കണ്ടെത്തുന്നു. ഇനിയും കിടക്കുകയാണ്. ഇത് ഒരു അറ്റം മാത്രമാണ് ഈ കണ്ടെത്തിയിരിക്കുന്നത്. ഇനിയും ധാരാളമായിട്ട് കണ്ടെത്താൻ കിടക്കുകയാണ്. അപ്പൊ CAG ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളിൽ അതിൽ ചിലത് മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാം. ഒന്ന്, മരിച്ചവർ പെൻഷൻ വാങ്ങുന്നു. CAG ചൂണ്ടിക്കാണിച്ച് ഇനിയും ഗവൺമെന്റ് കണ്ടുപിടിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അതായത് ഞാൻ നിങ്ങളെ ഉയർത്തി കാണിച്ച ഈ റിപ്പോർട്ടിൽ തന്നെയുണ്ട് എത്രയോ മരിച്ചവർ ജില്ലാ തലത്തിൽ പഠിച്ച് CAG, അതായത് ഓഡിറ്റ് ചെയ്ത് CAG കണ്ടുപിടിച്ച ഓരോ ജില്ലയിലും എത്ര മരിച്ചവർ പെൻഷൻ വാങ്ങുന്നു എന്ന റിപ്പോർട്ട് ഈ റിപ്പോർട്ടിലുണ്ട്. അതുകൂടാതെ ഇനി ഒരേ സമയം 2-3 പെൻഷൻ വാങ്ങുന്നു. ഈ 2-3 പെൻഷൻ വാങ്ങുന്നു എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുക, നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ കിട്ടാനുള്ള അർഹതയുണ്ട്, ഡിസബിലിറ്റി പെൻഷൻ. അങ്ങനെ ഡിസബിലിറ്റി പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവർക്ക് ജോലി കിട്ടുന്നത്. അങ്ങനെ ജോലി കിട്ടിയാൽ സത്യസന്ധരാണെങ്കിൽ എനിക്ക് ജോലി കിട്ടി എന്ന് അറിയിച്ചുകൊണ്ട് ഈ പെൻഷൻ സ്കീമിൽ നിന്ന്, ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ ആവശ്യപ്പെടണം. അങ്ങനെ ചെയ്യില്ല. മലയാളികൾ അങ്ങനെ ചെയ്യില്ലാത്തത് കൊണ്ടാണല്ലോ ഗസറ്റഡ് ഓഫീസർമാരും അതുപോലെ കോളേജ് പ്രൊഫസർമാരും ഒക്കെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പൊ അത്തരം മൂല്യച്യുതിയുള്ള ഒരു സമൂഹത്തില് ഈ പറയപ്പെട്ട ഡിസേബിൾഡ് ആയിട്ടുള്ളവര് പിന്നെ ഇത് പറ്റിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ല. എങ്കിലും അങ്ങനെ 3-4 പെൻഷൻ ഒരേ സമയം മേടിക്കുന്നവരുണ്ട്. CAG അതിനെപ്പറ്റിയുള്ള കണക്കുകൾ ജില്ല തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ. ഇനി അതുപോലെ മറ്റൊന്നാണ്, 60 മുതൽ 75 വരെ കൊടുക്കുന്ന പെൻഷനല്ല, അതിനേക്കാൾ ഉയർന്ന പെൻഷനാണ് 75 വയസ്സിന് മുകളിൽ കൊടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരുപാട് പേര് അതൊക്കെ ഈ സോഫ്റ്റ്വെയർ, അതായത് പഞ്ചായത്തിലുള്ള ആൾക്കാർ ഉദ്യോഗസ്ഥർ സഹായിക്കാതെ പറ്റില്ല. ഈ സേവന സോഫ്റ്റ്വെയറിൽ തിരിമറി നടത്താൻ അവരുടെ സഹായമില്ലാതെ നമുക്ക് വ്യക്തിക്ക് പറ്റില്ലല്ലോ. 75 വയസ്സാകുന്നതിന് മുൻപ് തന്നെ 75 വയസ്സായി എന്ന രീതിയിൽ ഏജ് ഉയർത്തി കാണിച്ച് ഉയർന്ന പെൻഷനിലേക്ക് മാറുന്നു. അങ്ങനെ ഉയർന്ന പെൻഷൻ, അതായത് 75-ന് താഴെയുള്ളവർ 75+ കൊടുക്കേണ്ട ഉയർന്ന പെൻഷൻ വാങ്ങുന്ന ധാരാളം കേസസ് ഉണ്ട്. ഇതുപോലെ ഇനിയും കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് CAG 2022 പുറത്തുവിട്ട റിപ്പോർട്ടാണ് ഇതുവരെയും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാതെ, പഠനം നടത്താതെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോകുന്ന ഗവൺമെന്റ് CAG തന്നെ മറ്റ് റിപ്പോർട്ടുകളിൽ, റിപ്പോർട്ട് നമ്പർ 3 റവന്യൂ സെക്ടറിലേക്കുള്ളതാണ്. ആ റിപ്പോർട്ട് നമ്പർ 3 നിങ്ങൾ എടുത്ത് നോക്കണം. നിങ്ങൾക്ക് അതിൽ കാണാം ഈ ഇങ്ങനെയുള്ള ദുർച്ചെലവുകൾ, അതായത് എന്താ പറയുക, വകമാറ്റി ചെലവഴിക്കല്, ഇതുപോലുള്ള അമിത ചെലവഴിക്ക്, ഇതൊക്കെ ദൂർത്താണ് സത്യത്തിൽ. ഇതൊക്കെ ദൂർത്തല്ല, ഇതൊക്കെ പിടിപ്പുകേടാണ്. അതായത് ഈ അഴിമതി കണ്ടുപിടിക്കുക, അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നു, അത് എഫിഷ്യൻസി ഇല്ലായ്മ കൊണ്ടും ആകാം. ചിലപ്പോൾ അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നതല്ല. ഇപ്പോഴാണല്ലോ ഈ 2 സ്പാർക്കും സേവനായും കൂടി ഒത്തുചേർക്കുന്നത്. ഒത്തു നോക്കിയപ്പോഴാണ് ഒരേ ആധാർ നമ്പർ 2 കിടക്കുന്നു. ഒരേ ആധാർ നമ്പർ 2 കിടക്കുന്നത് കണ്ടപ്പോഴാണ് ഇവൻ 2 മേടിക്കുന്നു, ഇവൾ 2 മേടിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ 1458 പേരെ ഇയർ മാർക്ക് ചെയ്തത്. അതുപോലെ ഇനിയും എത്രയോ പേരെ ഇയർ മാർക്ക് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളത് വീണ്ടും ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഇങ്ങനെ തിരിമറി നടത്തി ആർക്കെങ്കിലും കൊടുക്കാനല്ല, അതിനല്ല മുഖ്യമന്ത്രി ആദ്യ ദിവസം സ്വെയറിംഗ് ഇൻ സെറിമണി കഴിഞ്ഞപ്പോൾ പറഞ്ഞത് എഫിഷ്യൻസിക്കാണ് മാർക്ക് എന്ന് പറഞ്ഞത്. എഫിഷ്യൻസിക്കാണ് മാർക്ക് എങ്കിൽ CAG റിപ്പോർട്ട് എടുത്തു നോക്കി, CAG റിപ്പോർട്ടിലേക്ക് എന്തിനു പോകണം? ഓരോ വകുപ്പിലും ഈ സേവന സോഫ്റ്റ്വെയറും സ്പാർക്കും കൂടി കമ്പയർ ചെയ്ത് എവിടെയെങ്കിലും ഇതുണ്ടെങ്കിൽ അതൊക്കെ നികത്തി അങ്ങനെ ഓരോ മേഖലയിൽ നിന്ന് കറക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് നമ്മുടെ ഖജനാവ് നിറയാനുള്ള വരുമാനം ഖജനാവിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. ക്ഷേമ പെൻഷൻ ആരൊക്കെ
അതായത് ഈ 1458 പേരെ കണ്ടെത്തിയല്ലോ, ഈ 1458 പേരും ചെയ്തത് ക്രിമിനൽ ഒഫൻസ് ആണ്. ഇവരുടെ പേരിൽ ക്രിമിനൽ നടപടി എടുക്കണമെന്ന് മാത്രമല്ല, ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ മേലിൽ ഇത്തരം കഠിനമായ കുറ്റങ്ങൾ, ഇത്തരം ക്രിമിനൽ ഒഫൻസസ് ഈ സർക്കാർ ജീവനക്കാര് വരുത്താതിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അവർക്ക് ഇതിനെ ഒത്താശ ചെയ്തു കൊടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂടി സർവീസിൽ നിന്ന് പുറത്താക്കി കൊണ്ടുവേണം ഗവൺമെന്റ് ഒരു മാതൃക കാണിക്കാൻ. അങ്ങനെ മാതൃക കാണിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് വരുമാന സമാഹരണം തീർച്ചയായിട്ടും ശക്തിപ്പെടും. അങ്ങനെ ശക്തിപ്പെട്ടാൽ മാത്രമേ കാര്യക്ഷമതയുള്ള ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്ന് ആരെ കൊണ്ടും പറയിക്കാൻ പറ്റൂ. അതിന് പ്രചാരണ തന്ത്രങ്ങളൊന്നും വേണ്ട, കർമ്മം ചെയ്താൽ മതി. കർമ്മം ചെയ്ത് മുഖം രക്ഷിക്കുക, പ്രചരണ തന്ത്രങ്ങൾ കൊണ്ടല്ല മുഖം രക്ഷിക്കേണ്ടത്.